بسم الله الرحمن الرحيم والذين اجتنبوا الطاغوت أن يعبدوها وأنابوا إلى الله لهم البشرى فبشر عبادي الذين يستمعون القول فيتبعون أحسنه أولئك الذين هداهم الله وأولئك هم أولو الألباب. ദുർമൂർത്തിയെ ആരാധിക്കുന്നത് വർജിക്കുകയും അല്ലാഹുവിലേക്ക് വിനയത്തോടെ മടങ്ങുകയും ചെയ്തവരാരോ അവർക്കാണ് സന്തോഷവാർത്ത. അതിനാൽ എന്റെ ദാസന്മാർക്ക് നീ സന്തോഷവാർത്ത അറിയിക്കുക. അതായത് വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുകയും അതിൽ ഏറ്റവും നല്ലത് പിൻപറ്റുകയും ചെയ്യുന്നവർക്ക്. അക്കൂട്ടർക്കാകുന്നു അല്ലാഹു മാർഗദർശനം നൽകിയിട്ടുള്ളത്. അവർ തന്നെയാകുന്നു ബുദ്ധിമാന്മാർ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വഹ്ദഹു വസ്സലാത്തു വസ്സലാമു അലാ മൻ ലാ നബിയ്യ ബഅദഹു വഅലാ ആലിഹി വസഹ്ബിഹി വമൻ തബിഅ റുശ്ദഹു. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മത അൻ ഇശ്കുർ ലില്ലാഹ് ومن يشكر فإنما يشكر لنفسه ومن كفر فإن الله غني حميد. സഹോദരന്മാരെ, സഹോദരികളെ, സദസ്യരെ, ശ്രോതാക്കളെ, രാജാതിരാജനായ അർശിന്റെ ഉടമയായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നമ്മളോട് കൽപ്പിച്ച വിധി വിലക്കുകളൊക്കെ ജീവിതത്തിൽ പകർത്തി അവൻ്റെ ഇഷ്ടപ്പെട്ട ദാസന്മാരായ ദാസികളായി ജീവിക്കാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. പ്രത്യേകിച്ച് അഞ്ചൊക്ത നമസ്കാരം അതാതിൻ്റെ സമയത്ത് ജമാഅത്തോടുകൂടി പള്ളിയിൽ വെച്ചിട്ട് തന്നെ നമസ്കരിക്കുക എന്ന ബാധ്യത നമ്മിൽ നിന്നുള്ള പുരുഷന്മാർ കൃത്യമായി നിർവഹിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകട്ടെ. അപ്രകാരം തന്നെ കൃത്യമായി പള്ളിയിലോ വീട്ടിലോ എവിടെയാണെങ്കിലും അള്ളാഹു ഖുർആനിൽ കൽപ്പിച്ച രൂപത്തിൽ നമസ്കരിച്ച് ഇസ്ലാമിക പർദ്ദയിൽ ചടഞ്ഞൊതുങ്ങി അള്ളാഹുവിനെ പ്രീതിപ്പെടുത്താൻ നമ്മിൽ നിന്നുള്ള സ്ത്രീകൾക്കും അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, ഇന്ന് വിശുദ്ധ മസ്ജിദുൽ ഹറാമിൽ ഡോക്ടർ ബന്ദർ അബ്ദുൽ അസീസ് ബലീല സംസാരിച്ചതായ സബ്ജക്റ്റ് മഹാനായ ലുഖ്മാനുൽ ഹക്കീം അവരുടെ മകന് നൽകിയതായ ഉപദേശങ്ങളെക്കുറിച്ച് ആയിരുന്നു. അത് നാം നമ്മുടെ സ്ഥിരം ഫാമിലി ക്ലാസ്സിൽ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് വിശദീകരിച്ച സബ്ജക്റ്റാണെങ്കിലും ഇന്ന് മക്ക ഇമാമും ചർച്ചക്കെടുത്ത വിഷയമായതുകൊണ്ട് നമുക്ക് ചില കാര്യങ്ങൾ സൂചിപ്പിച്ച് ശേഷിക്കുന്ന സമയത്തിൽ മദീനയിൽ നാം നേരിട്ട് കേട്ടതായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ പള്ളിയിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമിൻ്റെ മെമ്പർ ഉണ്ടായിരുന്ന സ്ഥലത്തുള്ള മെമ്പറിൻ്റെ മീതെ വെച്ചിട്ട് ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം ഉപദേശിച്ച ഉപദേശങ്ങളിലേക്ക് നീങ്ങാം. അള്ളാഹു നമുക്ക് നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളെല്ലാം നമ്മിൽ നിന്നിട്ട് സൽക്രമമായി സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്യുന്ന പ്രവർത്തനങ്ങളിലെല്ലാം അള്ളാഹു സുബ്ഹാനഹു വ തആല ആത്മാർത്ഥത നൽകട്ടെ. ആ അള്ളാഹുവിൻ്റെ വഴിയിൽ പ്രവർത്തിക്കുന്ന പ്രവർത്തനങ്ങൾക്ക് മുമ്പിലുള്ളതായ സർവ്വ തടസ്സങ്ങളെ അള്ളാഹു സുബ്ഹാനഹു വ തആല ദൂരീകരിക്കുമാറാകട്ടെ. സഹോദരന്മാരെ, സഹോദരികളെ, വാസ്തവത്തിൽ മനുഷ്യനെ ഖുർആനിൻ്റെ തർബിയത്തിലൂടെ ഖുർആനിനെ ഇറക്കിയതായ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു നയിച്ചു കൊണ്ടുപോകുന്നത് സ്ഥിരതാമസം ഉറപ്പിക്കാൻ പോകുന്ന അറ്റമില്ല കോടി കൊല്ലങ്ങൾ ജീവിക്കേണ്ട നാട്ടിലേക്കുള്ള ഒരുക്കത്തിലേക്ക് വേണ്ടിയാണ്. അതുകൊണ്ട് തന്നെ ഇവിടെ ജീവിക്കുന്ന വേളയിൽ ഖുർആനിൻ്റെ തർബിയത്തനുസരിച്ചിട്ട് വ്യക്തിപരമായിട്ടും സാമൂഹ്യപരമായിട്ടും സാമ്പത്തികപരമായിട്ടും രാഷ്ട്രീയപരമായിട്ടും സ്വകാര്യമായിട്ടും ഒരു മനുഷ്യന് ഇവിടെ ജീവിക്കുന്ന വേളയിൽ ഇവിടുത്തെ ജീവിതത്തെ ഖുർആനി തർബിയത്തനുസരിച്ച് ചിട്ടപ്പെടുത്താനുള്ളതായ എല്ലാ കളവും റബ്ബുൽ ഇസ്സത്ത് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുകയാണ്. പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ തിൽക ഹുജ്ജത്തുനാ, ഇത് നമ്മുടെ തെളിവുകൾ നാം നിരത്തിവെച്ചതാണ് എന്ന് അള്ളാഹു വാദിക്കും. നിങ്ങൾക്ക് ഒരു നിലക്കും ഒഴിവ് കിഴിവ് പറയാനില്ല. നിങ്ങൾ പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് നാം പരലോകത്തിലേക്ക് എത്തിക്കഴിഞ്ഞ് ആദം മുതൽ അന്ത്യം വരെ ജീവിച്ച് മരിക്കുന്ന ജനങ്ങളെ സമ്മേളിപ്പിക്കുന്നതായ സന്ദർഭത്തിൽ ഒംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, പരാക്രമികളെ, നിങ്ങൾ തോന്നിവാസികളായ നിങ്ങൾ സജ്ജനങ്ങൾ നിന്നിട്ട് വേറുപിരിയുക എന്ന ഓർഡർ വരുന്ന സന്ദർഭത്തിലായിരിക്കും അള്ളാഹുവിൻ്റെ കൽപ്പന കൂട്ടാക്കാതെ ജീവിച്ചവർ വിരലല്ല കൈകടിക്കുക.
ഖുർആൻ പറയുന്ന ശൈലിയാണ്. അങ്ങനെയുള്ള കാലം ദൂരമല്ല. ഇന്നഹും യറൗനഹു ബഈദൻ വനറാഹു ഖരീബ എന്നാണ് ഖുർആൻ പറയുന്നത്. അവർ ആ കാലത്തെ കാണുന്നത് ദൂരമായിട്ടാണ്, നാം അതിനെ വളരെ അടുത്താണ് വീക്ഷിക്കുന്നത് എന്ന് റബ്ബ് പറയുന്നു. നാം നേരിടാൻ പോകുന്നതായ മഹ്ശറ, ആ വൻസഭ, അത് മുതൽ അന്ത്യവരെ ജീവിച്ച് മരിച്ചവങ്ങൾ ആലോചിച്ച് നോക്കൂ. ഇപ്പോഴൊക്കെ കാണുന്നതായ ഓരോ നാടുകളിൽ കാണുന്ന ഒരുമിച്ച് കൂടലുകളും റാലികളൊക്കെ പരിശോധിക്കുമ്പോൾ നമുക്കതിൻ്റെ വലുപ്പം കാണുമ്പോൾ നമുക്ക് അത്ഭുതം തോന്നുന്നുണ്ടല്ലോ. എത്ര ലക്ഷങ്ങളാണ് എന്നൊക്കെ പറയുന്നു. ആലോചിച്ച് നോക്കുക, ആദം അലൈഹിസ്സലാമിൻ്റെ കാലം മുതൽ ദിനം വരെ ജീവിച്ച് മരിച്ചു പോയവർ ആ സകലം ഒരുമിച്ച് കൂടുന്ന സദസ്സിനെക്കുറിച്ച് നിങ്ങളൊന്ന് ഓർത്തു നോക്കുക. അപ്പോഴാണ് ഇതിൻ്റെ ഗാംഭീര്യത അറിയാൻ സാധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല ഇന്നഹു ലനബഉൻ അദീം എന്നാണ് പറഞ്ഞത് ഖുർആനിൽ പല സന്ദർഭങ്ങളിലും. ഒരു മഹാസംഭവമാണത്. അത് നിങ്ങൾക്ക് കണ്ടാലല്ലാതെ കേട്ടാൽ കോലപ്പെടുത്താൻ പറ്റാത്ത സംഭവമാണത്. അങ്ങനെയുള്ള രംഗത്ത് ഇപ്പറഞ്ഞ ആദമിൻ്റെ സന്തതികൾ എന്ന് പറയുന്നത് ആദം മുതൽ അന്ത്യം വരെ നമുക്കൊരു രൂപം മനസ്സിലാക്കാൻ പറ്റുമെങ്കിലും ഏകദേശം ആദമിൻ്റെ കാലഘട്ടത്തിൽ ഇത്ര ലക്ഷം ജീവിച്ചിരിക്കും, അപ്പോൾ തൊട്ട കാലഘട്ടത്തിൽ അങ്ങനെ കണക്ക് കൂട്ടാം. എന്നാൽ അവർക്ക് മുമ്പ് ഇവിടെ ജീവിച്ച, അവരോടൊപ്പം ജീവിക്കുന്ന, ഖിയാമത്ത് നാൾ വരെ ജീവിക്കുന്ന ജിന്ന് വർഗത്തെക്കുറിച്ച്, ജിന്ന് വർഗം മനുഷ്യന്മാരെക്കാളും കൂടുതലാണ് എന്നാണ് നമുക്ക് ഖുർആൻ പഠിപ്പിക്കുന്നത്. നമ്മേക്കാളും കൂടുതലാണ് ജിന്ന്. ഈ ജിന്ന് വർഗവും അവിടെ ഒരുമിച്ച് കൂട്ടപ്പെടും. ഇതോടൊപ്പം നമ്മെ വരെയും ചെയ്യുന്നവരാരാണ്? സബാനിയാക്കൾ എന്ന മലക്കുകൾ വേറെ, ശിക്ഷയ്ക്ക് വേണ്ടി അള്ളാഹു തയ്യാറ് ചെയ്ത് വെച്ചതായ മലക്കുകൾ വേറെ. അവരെയാണ് അള്ളാഹു സുബ്ഹാനഹു വ തആല രംഗപ്രവേശനം നടത്തുക. എപ്പോൾ? വംതാസുൽ യൗമ അയ്യുഹൽ മുജ്രിമൂൻ, തോന്നിവാസികൾ സ്വർഗവാസികളുമായിട്ട് വേർപിരിയട്ടെ എന്ന ഓർഡർ വരുന്ന സന്ദർഭത്തിൽ ആ ഓർഡർ നടപ്പാക്കാൻ വേണ്ടി അള്ളാഹുവിൻ്റെ പട്ടാളമാകുന്ന സബാനിയാക്കൾ അവിടെ രംഗപ്രവേശനം നടത്തപ്പെടുകയും ചെയ്യും. ആ സന്ദർഭത്തിൽ പിന്നെ നിങ്ങൾക്ക് എവിടെ ഓടാൻ പറ്റും, എവിടെ രക്ഷപ്പെടാൻ പറ്റും, ഇതൊക്കെ ഓടി രക്ഷപ്പെടാൻ പറ്റുന്ന, ഭൂമിയുടെ അടിയിൽ കൂടിയിട്ട് റൂട്ടുണ്ടാക്കിയിട്ട് വഴിയുണ്ടാക്കിയിട്ട് ഓടാൻ പറ്റുന്ന ജയിലൊക്കെയാണ് ദുനിയാവിലുള്ള ജയിൽ. അങ്ങനെയുള്ള ജയിലല്ലല്ലോ. നിങ്ങൾക്ക് ഓടാൻ പറ്റുമെങ്കിൽ ഒന്ന് ഓടി കാണിക്കൂ എന്ന വെല്ലുവിളിയൊക്കെ അവിടെ നടക്കുന്ന സന്ദർഭമാണ്. അങ്ങനെയുള്ളതായ മഹ്ശറ വൻസഭയിൽ നമുക്ക് വിചാരണ നടക്കുമെന്നത് കൊണ്ട് തന്നെ ആ വിചാരണയ്ക്ക് ഇവിടെ ഒരുങ്ങാനും തയ്യാറെടുക്കാനും വേണ്ടിയാണ് റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ഈ ഭൂമിയെ തന്നെ സൃഷ്ടിച്ചത്. ആ ഭൂമിയിൽ ആ വിചാരണയ്ക്ക് തയ്യാറാവാനുള്ളതായ എല്ലാ ചുറ്റുപാട്, എല്ലാ അന്തരീക്ഷം, നമുക്ക് നമസ്കരിക്കാൻ ആവശ്യമുള്ള സൂര്യൻ, ആ സൂര്യൻ നമുക്ക് ടൈം നൽകുന്നു. നമുക്ക് നോമ്പ് പിടിക്കാൻ ആവശ്യമുള്ള, ഹജ്ജ് ചെയ്യാൻ ആവശ്യമുള്ള ചന്ദ്രൻ, ആ ചന്ദ്രനിലൂടെ നാം ഹജ്ജ് ചെയ്യുന്നു. അങ്ങനെ നമുക്ക് വേണ്ടി എല്ലാറ്റിനെയും കീഴ്പ്പെടുത്തി തന്നു. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഭാഗത്തിൽ നിന്നുള്ളതായ എല്ലാ കളമൊരുക്കലും കഴിഞ്ഞു, ഇനി നിങ്ങൾ ചെയ്തോളി എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട് പറയും പോലെ, നിങ്ങൾക്ക് വേണ്ടത് സ്വർഗമാണെങ്കിൽ മൻ അമില സാലിഹൻ മിൻ ദക്രിൻ ഔ ഉൻസാ വഹുവ മുഅ്മിൻ ഫലനുഹ്യിയന്നഹു ഹയാതൻ തയ്യിബ അം ഹസിബല്ലദീന ജ്തറഹു സയ്യിആതി അൻ നജഅലഹും കല്ലദീന ആമനു വഅമിലു സ്സാലിഹാതി സവാഅൻ മഹ്യാഹും വമമാതുഹും സഅ മാ യഹ്കുമൂൻ. നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയോ? തോന്നിവാസം ചെയ്ത്, അനാചാരം ചെയ്ത്, ആക്രമിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പന ധിക്കരിച്ച്, അള്ളാഹു അല്ലാത്തവരെ വിളിച്ച് പ്രാർത്ഥിച്ച്, അള്ളാഹു അല്ലാത്തവർക്ക് നേർച്ചയാക്കി അറുത്ത്, അള്ളാഹുവിൻ്റെ ആ ഷിട്ടിപ്പിൻ്റെ മുമ്പിൽ ചോദ്യം ചെയ്യുന്ന രൂപത്തിൽ വെല്ലുവിളിച്ച്, അള്ളാഹുവിനെ വില വെക്കാതെ ജീവിച്ച്, അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾ ഇവിടെ നടപ്പാക്കാതെ ജീവിച്ച്, അള്ളാഹുവിൻ്റെ നിയമാവലികൾ നടപ്പാക്കാതെ ജീവിച്ച്, അള്ളാഹുവിൻ്റെ കൽപ്പനകൾ ധിക്കരിച്ച് ജീവിച്ച മനുഷ്യന്മാരെ അവിടെ പരലോകത്തിൽ സജ്ജനങ്ങളായ, സൽക്കർമ്മങ്ങൾ ചെയ്യുന്നവരായ, അഞ്ചൊക്കെ നമസ്കരിക്കുന്നവരായ, ദീനിൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൽ പകർത്തുന്നവരായ, കഷ്ടതകളും യാതനകളും വേദനകളും എല്ലാം ഇസ്ലാമിന് വേണ്ടി അനുഭവിക്കുന്നവരും, കഷ്ടതകളൊക്കെ പ്രീതിയോടുകൂടി സംതൃപ്തിയോടുകൂടി അള്ളാഹുവിന് വേണ്ടി അനുഭവിക്കുന്നവരുമായ ആ സജ്ജനങ്ങളോട് തുല്യപ്പെടുത്തുമെന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്. സവാഅൻ മഹ്യാഹും വമമാതുഹും, അവരുടെ ജീവിതവും അവരുടെ മരണശേഷമുള്ള മരണാന്തര ജീവിതവും തുല്യതയുള്ളതാണ് എന്നാണ് നിങ്ങൾ തെറ്റിദ്ധരിച്ചു പോയത്. സഅ മാ യഹ്കുമൂൻ, എന്തൊരു വിധിയാണ് നിങ്ങൾ നൽകുന്നത് എന്നുള്ള ചോദിക്കുകയാണ്. അപ്പോൾ വളരെ ചിന്തിക്കേണ്ട വിഷയമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ മക്ക ഇമാമ് ലുഖ്മാനുൽ ഹക്കീം എന്ന മഹാനേതാവിൻ്റെ, മഹാനേതൃത്വത്തിൻ്റെ ഖുർആനിൽ അല്ലാഹു പൊക്കി വാഴ്ത്തി പറഞ്ഞതായ ഒരു മഹാനേതൃത്വം, ആ നേതൃത്വം അല്ലാഹു സുബ്ഹാനഹു വ തആല അള്ളാഹുവിൻ്റെ ഹിക്മത്ത് അനുസരിച്ചിട്ടായിരിക്കാം അദ്ദേഹത്തിനെ നബിയാക്കിയിട്ടില്ല, അദ്ദേഹം ദൂതനല്ല, അദ്ദേഹം മുർസലല്ല. അതേ സമയത്ത് അള്ളാഹു അദ്ദേഹത്തിൻ്റെ പേരിൽ തന്നെ ഒരു സൂക്തത്തെ ഖുർആനിൽ ഇറക്കുകയുണ്ടായി. കാരണം എന്തേ?
അദ്ദേഹം ഈ പരലോക മോക്ഷത്തിന് വേണ്ടി കുട്ടിയെ, സ്വന്തം മക്കളെ, സ്വന്തം കുട്ടിയെ, സ്വന്തം വീട്ടു മെമ്പറെ വാർത്തെടുക്കാൻ വേണ്ടി നൽകിയതായ തർബിയത്തിൻ്റെ കട്ടി, അതിൻ്റെ പവർ, അതിൻ്റെ പ്രത്യേകത ലോകം മനസ്സിലാക്കാൻ വേണ്ടി തന്നെ. എന്നിട്ട് അവരുടെ പേര് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഖുർആനിൽ ആയത്തിൽ സംസാരിക്കുന്നത്. ഖുർആനിൽ നിങ്ങളെ ഞാൻ ഓതി കൽപ്പിച്ചതായ ആയത്തിൻ്റെ ശൈലി എന്താണ്? വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാനിന് നാം ഹിക്മത്ത് നൽകിയിട്ടുണ്ട്, ലുഖ്മാനിന് നാം വിജ്ഞാനം നൽകിയിട്ടുണ്ട്. മറ്റുള്ളവരിലിട്ട് പലർക്കും നൽകാത്തതായ ഹിക്മത്ത് നബിമാർക്കൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഹിക്മത്തുകളെയും നുബുവത്തിനെയും റിസാലത്തിനെയും നൽകാറുള്ളത്. അല്ലാത്തവരിൽ നിന്നിട്ട് ചിലർക്കും അള്ളാഹു നൽകാറുണ്ട്. അതിൽപ്പെട്ട ഒരു മഹാവ്യക്തിത്വമാണ് ലുഖ്മാൻ എന്ന വ്യക്തിത്വം. ഈ വ്യക്തിത്വം അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ സ്വതന്ത്രനായിരിക്കണമെന്നില്ല, ചൊങ്കനായിക്കൊള്ളണമെന്നില്ല. അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ അങ്ങനെയില്ല. അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്ന വ്യക്തി എത്ര മനുഷ്യദൃഷ്ടിയിൽ, മനുഷ്യന്മാരുടെ ദൃഷ്ടിയിൽ എത്ര കൊള്ളരുതാത്തവനാണെങ്കിലും, കറുത്തിരുണ്ടതായ നീഗ്രോ ആണെങ്കിലും അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ മുൻപന്തിയിൽ നിൽക്കുന്നു അള്ളാഹുവിൻ്റെ കൽപ്പന പാലിക്കുന്ന യഥാർത്ഥ ദാസനാണെങ്കിൽ. അതുകൊണ്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, അല്ലെങ്കിൽ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹുവിനെ കുറിച്ച് ഞാൻ പരിചയപ്പെടുത്തിയപ്പോൾ പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം ഒരു അടിമയാണ് എന്നിവരെയും അഭിപ്രായമുണ്ട്. അദ്ദേഹം കറുത്ത മനുഷ്യനായിരുന്നു, അല്ലെങ്കിൽ മാനിറമുള്ള മനുഷ്യനായിരുന്നു. അദ്ദേഹം സ്വതന്ത്രനായിരുന്നില്ല. പക്ഷേ അള്ളാഹുവിൻ്റെ ലിസ്റ്റിൽ വളരെ ബഹുമതിയും ബഹുമാനവും അള്ളാഹു നൽകാൻ തീരുമാനിച്ചതുകൊണ്ട് അള്ളാഹു നമുക്ക് ഖുർആനിലൂടെ, ലോകാത്ഭുത ഗ്രന്ഥത്തിലൂടെ വിവരമറിയിക്കുന്നു. വലഖദ് ആതൈനാ ലുഖ്മാനൽ ഹിക്മ. ലുഖ്മാനിന് നാം ഹിക്മത്ത് നൽകി. എന്നിട്ട് അദ്ദേഹം ആ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കാരണം അനിഷ്കുറിലില്ലാ വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി. ആ മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം ഈ സ്റ്റാൻഡേർഡിലേക്ക് എത്താൻ കാരണം അള്ളാഹു കൽപ്പിച്ചതായ വിശാലമായ അനുഗ്രഹത്തിന് നന്ദി പ്രകടിപ്പിക്കുക എന്ന തത്വം അദ്ദേഹം ഉൾക്കൊണ്ട് നടന്നതായ വ്യക്തിത്വമായിരുന്നു. നാമൊക്കെ ഇവിടെ നന്ദി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ നമുക്ക് പരിചയമുണ്ട്. നാം സുബഹ് നിസ്കരിക്കാൻ വരെ ഉണരുന്നതിൽ വീഴ്ച വരുത്തുന്നവർ നമ്മുടെ കൂട്ടത്തിലുണ്ടായിരിക്കാം. അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്ന കാര്യത്തിൽ പ്രകടമായി സത്യവിശ്വാസിയിൽ കാണുന്നൊരു കാര്യമാണ് എന്ത്? 5 വക്ത് നമസ്കാരം കൃത്യമായിട്ട് നിസ്കരിക്കേണ്ട സമയത്ത് അള്ളാഹുവിൻ്റെ കൽപ്പന അനുസരിച്ചുകൊണ്ട് നിസ്കരിക്കുക എന്നതാണ്. അതിൽ തന്നെ നാം വീഴ്ച വരുത്തുന്നവരാണ്. നിസ്കരിക്കുന്നവരാണെങ്കിൽ തന്നെയോ, നിസ്കരിക്കാൻ നിന്നാൽ ലോകത്തിൽ എവിടെയെങ്കിലുമാണ് പറക്കുക നമ്മുടെ ബുദ്ധി, നമ്മുടെ ചിന്ത. എവിടെ? അള്ളാഹുവിൻ്റെ മുമ്പിലല്ല, അള്ളാഹുവിൻ്റെ മുമ്പിലാണ് നിൽക്കുന്നത് എന്ന ബോധത്തോട് കൂടി നിന്ന് നമസ്കരിക്കുക എന്ന ആ ട്രെയിനിങ്, ആ ആവേശം, ആ ഉന്മേഷം, ആ ഖുശൂ, ആ ഭക്തി അത് നമ്മിൽ നിന്നിട്ട് ബഹുഭൂരിപക്ഷത്തിനുണ്ടാവാറില്ല. അപ്പോൾ നാം പലരും ഈ വിഷയത്തിലൊക്കെ പരാജയത്തിലാണ്. അതുകൊണ്ടാണ് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഓതി പറയുന്നത്, അനുഷ്കുറുലില്ലാ, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുക. വമൻ യഷ്കുർ ഫഇന്നമാ യഷ്കുറു ലിനഫ്സിഹി. ഇത് ഖുർആനിൽ പല സ്ഥലങ്ങളിലും ബാധ്യത ഏറ്റെടുക്കുന്ന കാര്യത്തിൽ അത് സ്വന്തം നഫ്സിനോടാണ്, സ്വന്തം മനുഷ്യനോടാണ് ആ ബാധ്യതയെക്കുറിച്ച് ചോദിക്കപ്പെടുക എന്ന ദശക്കണക്കിൽ പ്രാവശ്യം ഖുർആൻ അല്ലാഹ് ചർച്ച ചെയ്യുന്നതായ ആയത്തുകളുണ്ട്. അതിൽപ്പെട്ട ഒരായത്താണ് നിങ്ങൾ ഈ കേൾക്കുന്നത്. വമൻ യഷ്കുർ, ഒരാൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുകയാണെങ്കിൽ ഫഇന്നമാ യഷ്കുറു ലിനഫ്സി, അവൻ്റെ ശരീരത്തിന് തന്നെയാണ് അവൻ നന്ദി പ്രകടിപ്പിച്ചത്, അള്ളാഹുവിനല്ല. കാരണം അള്ളാഹ്ക്ക് നിങ്ങളുടെ നന്ദി ആവശ്യമില്ല. നിങ്ങൾ അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങളുടെ ശരീരത്തെ നിങ്ങൾ രക്ഷിപ്പിച്ചു എന്നാണ് അതിൻ്റെ അർത്ഥം. അപ്പോൾ നിങ്ങളെ സ്വയം നിങ്ങൾക്ക് മോചിപ്പിക്കാനാണ് നിങ്ങൾ അള്ളാഹുവിൻ്റെ മുമ്പിൽ നന്ദി പ്രകടിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് സാധിക്കുന്നത് എന്നർത്ഥം. ഒമൻ കഫറ, ആരെങ്കിലും നന്ദി കേട് കാട്ടിയാൽ ഫഇന്നല്ലാഹ ഗനിയ്യുൻ ഹമീദ്, അള്ളാഹു ഐശ്വര്യവാനാണ്, അള്ളാഹു സ്തുത്യർഹനാണ്. നിങ്ങളുടെ നന്ദിയുടെ, നിങ്ങളുടെ ശുക്രിൻ്റെ ആവശ്യം അള്ളാഹുവിനില്ല. സുബ്ഹാനല്ലാഹ്. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല തുടരുകയാണ്, വഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഇദുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. ഈ നിങ്ങളെ ഞാൻ കേൾപ്പിച്ച, അള്ളാഹു കേൾപ്പിച്ചതായ ലുഖ്മാൻ ഉണ്ടല്ലോ, അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ ക്ലാസ് എടുക്കുന്ന വ്യക്തിയായിരുന്നു. അദ്ദേഹം പണ്ഡിതനാണ്, ജനങ്ങൾക്ക് പ്രബോധനം ചെയ്യുന്ന വ്യക്തിയാണ് എന്നതൊക്കെ പറഞ്ഞറിയിക്കേണ്ടതില്ല. അത് ലോകർക്ക് മാത്രമല്ല, അദ്ദേഹത്തിൻ്റെ വീട്ടിൽ വരെ അദ്ദേഹത്തിൻ്റെ കുട്ടികളെ മുമ്പിലിരുത്തിയും കൊണ്ട് ക്ലാസ് എടുക്കും. എന്നിട്ട് കുട്ടിയോട് പറഞ്ഞ ക്ലാസ്സിൽ ഉപദേശിച്ചതായ ഉപദേശമാണ് അള്ളാഹു നമുക്ക് പഠിപ്പിക്കുന്നത്. എന്തായിരുന്നു ആ വാപ്പയാകുന്ന ലുഖ്മാൻ, ആ വാപ്പയുടെ മകനായ ലുഖ്മാനിൻ്റെ മകനെ മുമ്പിലിരുത്തിയും കൊണ്ട് ശ്രദ്ധിക്കുക, അദ്ദേഹം മകന് ഉപദേശം നൽകുകയായിരുന്നു, ക്ലാസ് എടുത്തു കൊടുക്കുകയായിരുന്നു. എന്താ ക്ലാസ് എടുത്തു കൊടുക്കുന്ന വേളയിൽ പറഞ്ഞത്? യാ ബുനയ്യ, എൻ്റെ കുഞ്ഞോമന മകനെ, ലാ തുശ്രിക് ബില്ലാഹ്, നീ ആരാധനയിൽ അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ പങ്കുചേർക്കരുത്. ഇത് മെയിൻ തത്വമാണ്. ഈ മെയിൻ തത്വമാണ് ഇന്ന് ബഹുഭൂരിപക്ഷം ലോകത്തിൽ ജീവിക്കുന്നവർ ഒഴിവാക്കിയിട്ടുള്ളതായ ഒരു മഹാതത്വം. ഷിട്ടാവായ രക്ഷിതാവിലേക്ക് കയറേണ്ടതായ നന്ദി പ്രകടനം, കയറേണ്ടതായ ആരാധനകൾ, കയറേണ്ടതായ ശുക്റുകൾ കയറുന്നില്ല.
കയറുന്നത് വളരെ തുച്ഛം. കോടി ജനങ്ങൾ അള്ളാഹ് സൃഷ്ടിച്ചിട്ട് അതിൽ നിന്നിട്ട് വളരെ തുച്ഛം പേര് മാത്രമാണ് അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നവരുള്ളത്, അള്ളാഹുവിന് നന്ദി പ്രകടിപ്പിക്കുന്നവരുള്ളത്, അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്നവരുള്ളത്, അള്ളാഹ്ക്ക് മാത്രം നേർച്ചയാക്കുന്ന അറക്കുന്ന, അള്ളാഹ്ക്ക് മാത്രം ജീവിച്ച് മരിക്കുന്ന, അള്ളാഹിൻ്റെ വിധി വിലക്കുകൾ മാത്രം ജീവിതത്തിൽ പകർത്തണം എന്ന നിർബന്ധമുള്ളവരുള്ളത് വളരെ വളരെ ചുരുക്കമാണ് ആപേക്ഷികമായി അല്ലാത്തവരിലേക്ക് ചേർത്ത് നോക്കുമ്പോൾ. അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു പറഞ്ഞതായ ശൈലിയെക്കുറിച്ച് നമുക്ക് പാഠം പഠിപ്പിക്കുകയാണ്. നിങ്ങൾ എന്ത് വേണം? ഉപദേശിക്കണം. എന്ത്? നിങ്ങളുടെ മക്കളോട്. ഏതുപോലെ? ലുഖ്മാൻ ഉപദേശിച്ചതുപോലെ. ആരോട്? മക്കളോട് എന്ന് നമുക്ക് പഠിപ്പിക്കും പോലെ. ഇല്ലെങ്കിൽ ഈ രൂപം നമുക്ക് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. ലുഖ്മാൻ മകനോട് പറഞ്ഞു എന്ന് പറയുന്നതിന് പകരം നിങ്ങൾ ശിർക്ക് ചെയ്യരുത് എന്ന് നമ്മളോട് പറഞ്ഞാൽ മതിയല്ലോ. ലുഖ്മാന്റെ ചരിത്രം എന്തിനാണ് നമുക്ക് പഠിപ്പിക്കുന്നത്? ലുഖ്മാൻ ഒരു വാപ്പയാണ്, മകൻ മുമ്പിലിരിക്കുകയാണ്, മകനെ ഉപദേശിക്കുകയാണ്. അതുപോലെ നിങ്ങൾക്കും മക്കളുണ്ടായിരിക്കും. മക്കളുടെ ബാധ്യത മക്കൾ പഴിച്ചു പോവുക അല്ലെങ്കിൽ മക്കൾ നന്നാവുക, ഈ കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ശ്രദ്ധിക്കണം. ഏതുപോലെ ലുഖ്മാൻ ശ്രദ്ധിച്ചതുപോലെ. ഇതാണ്, ഈ തർബിയത്താണ്, ഈ ട്രെയിനിങ് ആണ്, ഈ ചരിത്രം നമ്മുടെ മുമ്പിൽ അള്ളാഹു നിരത്തി വെക്കുന്നത് കൊണ്ട് നമുക്ക് നൽകുന്നത് എന്നർത്ഥം. ഇദ് ഖാല ലുഖ്മാനു ലിബ്നിഹി വഹുവ യഅളുഹു യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ്. നീ അള്ളാഹുവിൻ്റെ കൂടെ ആരെയും പങ്കു ചേർക്കരുത്, അള്ളാഹുവിനെ ഷിട്ടുകളോട് തുല്യപ്പെടുത്തരുത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ലഹുൽ അംറു കുല്ലു, സാറോതും അവൻ്റെ കയ്യിലാണ്. അള്ളാഹു നാമമായിട്ട് തുല്യതയില്ലാതെ മനസ്സിലാക്കാൻ വേണ്ടി പെട്ടെന്ന് ഇമാം വിശേഷിപ്പിച്ച ഒരു രൂപമാണ്. എന്ത്? ലഹുൽ അംറു കുല്ലു, എല്ലാം ഖുർആൻ പറയുന്നത് ശരിയാണ്. എല്ലാതും അള്ളാഹുവിൻ്റെ കസ്റ്റഡിയിലാണ്. അള്ളാഹു പരമാധികാരിയാണ് അതിൻ്റെ. ലൈസ ലക മിനൽ അംരി ഷൈ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. തുല്യത മനസ്സിലായോ? നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല. ലൈസ ലക മിനൽ അംരി ഷൈ. ആരോടാണോ ലക എന്നുള്ള വാക്ക് പറഞ്ഞത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ആരോടാണ്? ലോകത്തിൽ വന്ന സർവ്വ നബിമാരുടെ നേതൃത്വവും ഈ നാട്ടിൽ അന്ത്യവിഷമം കൊള്ളുന്നവരും നമ്മുടെ കണ്ണിലുണ്ണിയുമായ ഈ സ്ഥലത്ത് നമസ്കരിച്ചവരാണെന്ന് പറയപ്പെടുന്നവരായ നബിയുനാ മുഹമ്മദ് റസൂലുള്ളാഹിയോട് പറയാണ്, ലൈസ ലക മിനൽ അംരി ഷൈ, നിങ്ങളുടെ കയ്യിൽ ഒന്നുമില്ല, എല്ലാം എൻ്റെ കയ്യിൽ മാത്രം. ഇതാണ് റബ്ബും ഷിട്ടാവും ഷിട്ടിയുമായുള്ളതായ ബന്ധം. അപ്പോഴോ ഈ ഷിട്ടികൾ എത്രമാത്രം ആശ്രയിക്കേണ്ടി വരുന്നു ഷിട്ടാവിലേക്ക്. അല്ലാഹു സമദ്, അതാണ് അല്ലാഹു സമദ്. ഷിട്ടികൾ സകലം ഷിട്ടാവിലേക്ക് ആശ്രയിക്കുന്നു. അള്ളാഹുവിനെ സംബന്ധിച്ചിടത്തോളം ആരെയും ആശ്രയിക്കേണ്ടവനല്ല അവൻ. അതാണ് റബ്ബും ഷിട്ടികളുമായുള്ളതായ ബന്ധത്തെക്കുറിച്ച്, ചേഞ്ചിനെ കുറിച്ച് നാം മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത്, യാ ബുനയ്യ, കുട്ടിയോട് പറഞ്ഞു, ലാ തുശ്രിക് ബില്ലാഹ്, ഷിട്ടികളെ ഒരിക്കലും ഷിട്ടാവിനോട് നീ തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല. ഏത് രൂപത്തിലും തുല്യപ്പെടുത്താൻ പാടുള്ളതല്ല. ഷിട്ടാവ് തന്നെ, ഷിട്ടി തന്നെ. എന്തുകൊണ്ട്? നീ തുല്യപ്പെടുത്തിയാൽ എന്താ സംഭവിക്കാൻ പോകുന്നത്? ഇന്ന ശിർക ലളുൽമുൻ അളീം, ഷിട്ടികളെ ഷിട്ടാവിനോട് തുല്യപ്പെടുത്തുക എന്നത് അത് മഹാപരാക്രമമാണ്. അതിനേക്കാളും വലിയ അക്രമം വേറെ ഇല്ല. ഏറ്റവും വലിയ അക്രമം അത് കൊല്ലലല്ല, കക്കലല്ല, വ്യഭിചരിക്കലല്ല, കളവ് പറയലല്ല, അതെല്ലാം ദുൽമാണ്. പക്ഷേ ഏറ്റവും വലിയ അക്രമം എന്താണ്? പ്രപഞ്ചനാഥനായ, ലോകത്തിൻ്റെ ജയന്താവായ, ഷിട്ടാവായ, രാജാതിരാജനായ, ഖാലിഖായ, റാസിഖായ, ഖഹാറായ, ജബ്ബാറായ നമ്മുടെ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുവിനെ അവൻ സൃഷ്ടിച്ച സൃഷ്ടികളോട് തുല്യപ്പെടുത്തുക എന്നതാണ് ഏറ്റവും വലിയ അക്രമമെന്ന് ക്ലാസ് എടുത്തുകൊണ്ട് മഹാനായ ലുഖ്മാൻ അലൈഹിസ്സലാം, അല്ലെങ്കിൽ ലുഖ്മാൻ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിൻ്റെ മകനോട് പറഞ്ഞു എന്ന് വിശുദ്ധ ഫുർഖാൻ അലീം നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയാണ്. സഹോദരന്മാരെ, തുടരുന്നു അല്ലാഹു സുബ്ഹാനഹു വ തആല അവർ പറഞ്ഞ വാക്കായിട്ട്, വസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി. ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്ന തത്വം, ഇസ്ലാം നമുക്ക് പഠിപ്പിക്കുന്ന തത്വം, നാം ലോകത്ത് എവിടെ ജീവിക്കുകയാണെങ്കിലും പ്രബോധന രംഗത്തിൽ അതേ തർത്തീബ് അനുസരിച്ചിട്ടായിരിക്കണം നാം പ്രബോധനം ചെയ്യേണ്ടത്. അള്ളാഹുക്കൾ അവകാശം നൽകി കഴിഞ്ഞാൽ നാം ക്ലാസ് എടുക്കുമ്പോൾ ആരുടെ അവകാശം പറയണം? അള്ളാഹ് ഖുർആനിൽ പഠിപ്പിച്ചതുപോലെ, മുൻ ഗ്രന്ഥങ്ങളിൽ പഠിപ്പിച്ചതുപോലെ, ആ മഹാനായ ലുഖ്മാൻ പഠിച്ചതുപോലെ ലുഖ്മാൻ നമുക്ക് പഠിപ്പിക്കുന്ന ശൈലിയായിട്ട് മഹാനായ റബ്ബുൽ ഇസ്സത്തി ജല്ല ജലാലുഹു ഖുർആൻ പറയുന്നു, വസ്സൈനൽ ഇൻസാൻ, മനുഷ്യനോട് അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്തതായ വസിയത്താണ് എന്ത്? ബിവാലിദൈഹി, അവൻ്റെ മാതാപിതാക്കളെ സംരക്ഷിക്കണം എന്ന വസിയത്ത്. അള്ളാഹുവിൻ്റെ ഉപദേശമാണത്, ഖുർആന്റെ ഉപദേശമാണ് അത്. ഖുർആനിൽ ഹക്കീം അദ്ദേഹത്തിൻ്റെ മകന് നൽകിയതായ ഉപദേശത്തിൽപ്പെട്ടതാണത്. എന്തുകൊണ്ട്? ഹമലത്തുഹു ഉമ്മുഹു, ആ മനുഷ്യനെ അവൻ്റെ ഉമ്മ ചുമന്നു, ഗർഭിണിയായി. വഹ്നൻ അലാ വഹൻ,
ശേഷിയുടെ ശേഷികേട്. ഈ ശേഷികേടോടുകൂടി ആ ഉമ്മയുടെ ലക്ഷ്യം, അവള് തലവേദന വരുമ്പോൾ കുട്ടിക്ക് പ്രയാസം തട്ടുന്ന ഗുളിക ഞാൻ കഴിക്കൂല. എത്ര രോഗങ്ങൾ വരുന്നു, ആ രോഗത്തിനൊക്കെ ശമനം കിട്ടാൻ വേണ്ടിയുള്ളതായ മരുന്ന് കഴിക്കുമ്പോൾ എൻ്റെ കുട്ടിക്ക് കോട്ടം തട്ടരുത്. അപ്പോൾ വഹനൻ അലാ വഹൻ, ശേഷികേടിൻ്റെ മീതെ ശേഷികേട്. ആ രൂപത്തിലാണ് ഉമ്മ കുട്ടിയെ ഗർഭാശയത്തിൽ വളർത്തിയത്. ഒഫിസാലുഹു ഫി ആമൈൻ, എന്നിട്ട് ജനിച്ച ശേഷം 2 വർഷം ആ കുട്ടിക്ക് മുലയൂട്ടുന്ന കാര്യത്തിലും ശേഷികേട് അവരെ ചുമന്നു, അവർ പ്രയാസം ചുമന്നു. എന്ത് കാരണത്താൽ? കുട്ടിക്ക് വേണ്ടി, കുട്ടിയുടെ നന്മയ്ക്ക് വേണ്ടി. അപ്പോൾ എത്രമാത്രം അവരോട് നാം കടപ്പാട് നമ്മുടെ മുമ്പിൽ ഉണ്ട് എന്നത് പഠിപ്പിക്കാൻ വേണ്ടിയാണ് ഈ മുഖവുര മഹാനായ ലുഖ്മാൻ നൽകുന്നത്. ആ ലുഖ്മാൻ നൽകിയ വാർത്ത, കുട്ടിയുടെ മുമ്പിൽ നടത്തിയതായ ക്ലാസ്സിൽ എന്ത് സംഭവിച്ചു എന്നത് നമുക്ക് അല്ലാഹു പഠിപ്പിച്ചു തരുന്നത് നാം അതിൽ നിന്നിട്ട് പാഠം ഉൾക്കൊള്ളാൻ വേണ്ടിയാണ്. അനിഷ്കുറു ലി വലിവാലിദൈക ഇലയ്യൽ മസീർ, അള്ളാഹുവിൻ്റെ കൽപ്പന അള്ളാഹു വസിയത്ത് ചെയ്തപ്പോൾ എന്തായിരുന്നു? കുട്ടിയെ അറിയാമോ? എനിക്ക് നീ ശുക്ർ ചെയ്യണം, നിന്റെ മാതാപിതാക്കൾക്കും നീ നന്ദി പ്രകടിപ്പിക്കണം. അള്ളാഹുവിന് ശുക്ർ ചെയ്യുന്നതോടൊപ്പം നിന്റെ മാതാപിതാക്കൾക്ക് ശുക്ർ ചെയ്യണം എന്ന് മഹാനായ ലുഖ്മാനുൽ ഹകീം മകനോട് വസിയത്ത് ചെയ്തപ്പോൾ പറഞ്ഞു എന്ന് ഖുർആൻ നമുക്ക് പഠിപ്പിക്കുന്നു. ഇലയ്യൽ മസീർ, അള്ളാഹുലേക്കാണ്. അള്ളാഹു പറയുന്നു എന്നിലേക്കാണ് മടക്കം. ഒയിൻ ജാഹദാക, അഥവാ നിന്റെ വാപ്പ, നിന്റെ ഉമ്മ അള്ളാഹിന്റെ വാക്ക് പാലിക്കാത്ത, അള്ളാഹുവിന്റെ കൽപ്പന ധിക്കരിച്ചുകൊണ്ട് ജീവിക്കുന്ന, നേരത്തെ അള്ളാഹു ഖുർആനിലൂടെ ലുഖ്മാനിന്റെ നാവിലൂടെ പഠിപ്പിച്ച ശിർക്ക് ചെയ്യരുത് എന്ന് കൽപ്പിച്ച ആ കൽപ്പന ധിക്കരിക്കുന്ന ഉമ്മയോ വാപ്പയോ, നിന്റെ വാപ്പയോ ഉമ്മയോ ആണെങ്കിൽ, വഇൻ ജാഹദാക അലാ അൻ തുശ്രിക ബി മാ ലൈസ ലക ബിഹി ഇൽം, നിനക്ക് അള്ളാഹു അനുവാദം നൽകാത്തതായ രൂപത്തിൽ അള്ളാഹുവിൻ്റെ കൂടെ ഷിട്ടികളെ പങ്കു ചേർക്കാൻ വേണ്ടി നിന്നോട് ഉമ്മയും വാപ്പയും കൽപ്പിക്കുകയാണെങ്കിൽ, ഫലാ തുതിഉഹുമാ, ഈ കാര്യത്തിൽ നീ നിന്റെ മാതാപിതാക്കളെ അനുസരിക്കരുത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫാ, പക്ഷേ എങ്ങനെയാണെങ്കിൽ പോലും, അഥവാ അവർ ഏറ്റവും വലിയ പരാക്രമമാകുന്ന ശിർക്ക് നിന്റെ മാതാപിതാക്കൾ ചെയ്താൽ പോലും അവർക്ക് നീ ചെയ്യേണ്ടതായ അവകാശം നീ ചെയ്യൽ നിന്റെ ബാധ്യതയാണ്. അവരുടെ അവകാശത്തിൽ നീ വീഴ്ച വരുത്തരുത്. അവരുടെ ആ പരാക്രമത്തിനുള്ള തക്കതായ പ്രതികാരം പരലോകത്തിൽ അവർ ഏൽക്കും. ആ രൂപത്തിൽ തന്നെയാണ് അവർ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ, പക്ഷെ നിന്റെ ബാധ്യത നീ നിർവഹിക്കുന്നതിൽ നീ വീഴ്ച വരുത്താൻ, അവൾ മുശ്രിക്കല്ലേ, അവൾ മുശ്രിക്കത്തല്ലേ, അവൻ മുശ്രിക്കല്ലേ എൻ്റെ വാപ്പ, അതുകൊണ്ട് അവന് ഞാൻ ചെലവ് കൊടുക്കൂല, അവനെ ഞാൻ കൂട്ടാക്കൂല, അവന് ഞാൻ താമസിക്കാൻ സൗകര്യം ചെയ്തു കൊടുക്കൂല, അവന് വസ്ത്രവും ഭക്ഷണവും വാങ്ങിക്കൊടുക്കൂല എന്ന് പറയാനുള്ള അധികാരം നിനക്കില്ല. ആ ബാധ്യത, അഥവാ മാതാപിതാക്കൾക്കുള്ള ബാധ്യത നീ നിർവഹിച്ചാലേ തീരൂ എന്ന് വിശുദ്ധ ഫുർഖാൻ അലീമിൽ റബ്ബുൽ ഇസ്സത്ത് ജല്ല ജലാലുഹു ലുഖ്മാനുൽ ഹകീമിന്റെ ഉപദേശമായിട്ട് നമുക്ക് പഠിപ്പിക്കുകയാണ്. ഇത് നമുക്കും പാഠമാണ്, നമുക്കും ഉപദേശമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം പലപ്പോഴും മാതാപിതാക്കൾ നാം ഉൾക്കൊണ്ടതായ തൗഹീദ് ഉൾക്കൊള്ളാത്തവരാവാൻ ചിലപ്പോൾ സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിക്കുകയാണെങ്കിൽ അവരുടെ അവകാശം നിറവേറ്റുന്നതിൽ നാം വീഴ്ച ഒരിക്കലും വരുത്താൻ പാടുള്ളതല്ല. അതേ സമയത്ത് യുക്തിയുക്തം അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കണം. നമുക്ക് പരിചയമുള്ള ഈ മദീനയെ മദീനയാക്കാൻ വേണ്ടി പാടുപെട്ട മുസ്അബ് ഇബ്നു ഉമൈർ റസൂലുള്ളാഹി വരുന്നതിന് മുമ്പ് മദീനക്കാരെ തപ്പുമുട്ടി പാട്ടുപാടി സ്വീകരിക്കാനുള്ള അന്തരീക്ഷം ചുറ്റുപാടുണ്ടാക്കിയിട്ട് ഈ ഇസ്ലാമിന് വേണ്ടി പോരാടി പരിശ്രമിച്ചു. ഒരു പോർക്കളത്തിൽ, രണ്ടാമത്തെ യുദ്ധത്തിൽ പോർക്കളത്തിൽ പതാക ഏറ്റിയതായ മുസ്അബ് ഇബ്നു ഉമൈർ, എന്നിട്ട് ചിഹ്നമായിട്ട് ശരീരത്തെ തുണ്ടാക്കി ആ പൊർക്കളത്തിന് മുമ്പിൽ അള്ളാഹുവിന് വേണ്ടി ആഹൂതി ചെയ്ത് ഷഹീദായി പോയതായ മഹാവ്യക്തിത്വം ഈ ഭൂമിയിലേക്ക് വരുന്ന സന്ദർഭത്തിൽ മാതാവും പിതാവും കൂടി അറസ്റ്റ് ചെയ്ത ജയിലിൽ നിന്നിട്ട് ചങ്ങല പൊട്ടിച്ചിട്ടായിരുന്നു വന്നത്. അവർ അമുസ്ലിങ്ങളായിരുന്നു. എത്രത്തോളം ചരിത്രത്തിൽ നല്ലൊരു ശതമാനം പണ്ഡിതന്മാർ പറയുന്നത് അവരെ ദ്രോഹിച്ച മർദ്ദിച്ച ഉമ്മ മുസ്ലിമത്ത അല്ലാതെ കാഫറത്തായിട്ടാണ് മരിച്ചുപോയത് എന്നതാണ്. ആരുടെ? ഈ മദീനയെ മദീനയാക്കിയ മുസ്അബ് ഇബ്നു ഉമൈറിന്റെ ഉമ്മയുടെ സ്ഥിതിയാണ് പറയുന്നത്. അതുകൊണ്ട് അതിലൊന്നും നാം ബേജാറാക്കേണ്ടതില്ല. അത് അള്ളാഹുവിൻ്റെ ലീസ്റ്റിൽ അങ്ങനെയുള്ളതായ തഖ്ദീർ അനുസരിച്ച് വരുന്നത് പോലെ വരും. നമ്മുടെ ഡ്യൂട്ടി, നമ്മുടെ ജോലി എത്തിച്ചു കൊടുക്കേണ്ടവർക്ക് എത്തിച്ചു കൊടുക്കുക. ഒമാ അലൈക്കൽ ബലാഗ്, നിന്റെ ബാധ്യത ജനങ്ങൾക്ക് സത്യം എത്തിച്ചു കൊടുക്കുക എന്നത് മാത്രമാണ്. അവരുടെ ഹൃദയത്തിലേക്ക് കയറ്റുക, അവരെ നന്നാക്കി എടുക്കാൻ വേണ്ടിയുള്ളതായ ആ ഹിദായത്ത് നൽകുക. അത് അള്ളാഹുവിൻ്റെ കഴിവാണ്, അള്ളാഹുവിൻ്റെ ഇഷ്ടമാണ്. അത് അള്ളാഹുവിലേക്ക് വിട്ടുകൊടുക്കുക. നിന്റെ ജോലി നീ നിർവഹിക്കുക.
പങ്കുവഹിക്കുന്നതിൽ വീഴ്ച വരുത്താൻ പാടില്ല. അതേ സമയത്ത് മാതാപിതാക്കൾക്കുള്ള ആ ബാധ്യതയിൽ നീ അവർ മുശ്രിക്കുകളായിരുന്നാലും വീഴ്ച വരുത്തരുത് എന്നതാണ് ഖുർആൻ പഠിപ്പിക്കുന്നത്. വസാഹിബുഹുമാ ഫിദ്ദുനിയാ മഅറൂഫ, ദുനിയായ എല്ലാ ഉപദേശ നിർദ്ദേശങ്ങളിലും ദുനിയായ എല്ലാ ഇഹ്സാനുകളിലും അവരോട് നീ ശരിക്ക് പങ്കുവഹിക്കണം, അവർക്ക് വേണ്ടതായ ഒത്താശകൾ ചെയ്തു കൊടുക്കണം, അതിലൊന്നും നീ വീഴ്ച വരുത്താൻ പാടുള്ളതല്ല. എന്നിട്ടോ വത്തബിഅ സബീല മൻ അനാബ ഇലയ്യ തുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. എന്നിലേക്ക് മടങ്ങിയ അല്ലാഹുവിലേക്ക് മടങ്ങിയവരാരെല്ലാം ലോകത്തിലുണ്ട്. ലുഖ്മാനെ പോലത്തതായ ലക്ഷങ്ങൾ നമ്മുടെ മുമ്പിൽ വിട്ടുകിടന്നിട്ടുണ്ട്, കോടിക്കണക്കിന് ആളുകൾ വിട്ടുകിടന്നിട്ടുണ്ട്. അവരുടെ റൂട്ടിലേക്ക് നിങ്ങൾ ചെല്ലുക. തുമ്മ ഇലയ്യ മർജിഉകും ഫഉനബ്ബിഉകും ബിമാ കുൻതും തഅമലൂൻ. അവസാനം നിങ്ങളെല്ലാവരും എൻ്റെ സദസ്സിലേക്ക് വരും. അന്ന് നിങ്ങൾ ചെയ്ത ചെറുതും വലുതുമായ സർവ്വത്തിനുമുള്ളതായ ആ വിചാരണ നിങ്ങളോട് നടത്തപ്പെടും. എന്നിട്ട് അതിന് പ്രതികാരമോ അല്ലെങ്കിൽ പ്രതിഫലമോ നിങ്ങൾക്ക് ലഭിക്കും. മദീന ഇമാം പറഞ്ഞതുപോലെ, മദീന ഇമാം വളരെ നീട്ടി വലിച്ച് പ്രസംഗിച്ച പ്രസംഗത്തിൻ്റെ ഷോർട്ടായ ഭാഗം നാം ചിന്തിക്കുകയാണെങ്കിൽ അത് നന്മ ചെയ്തവർക്ക് നന്മ പ്രതിഫലം, തിന്മ ചെയ്തവർക്ക് പ്രതികാരം. അങ്ങനെ നന്മകളുടെ ഒരു കൂമ്പാരം ആയത്തുകൾ ഹദീസുകൾ, തിന്മകളുടെ ഒരു കൂമ്പാരം ആയത്തുകൾ ഹദീസുകൾ നമ്മുടെ മുമ്പിൽ നിരത്തി വെച്ചു. ഡോക്ടർ അബ്ദുൽ മുഹ്സിൻ അൽ ഖാസിം നിങ്ങൾ നേരിട്ട് കേട്ടതായ പ്രസംഗത്തിൽ. അവിടേക്ക് നമ്മൾക്ക് എത്താൻ ഇന്ന് സൗകര്യം കിട്ടുമെന്ന് തോന്നുന്നില്ല, എത്തിയാൽ പറയാമെന്ന് മാത്രമേ ഉള്ളൂ. ഏതായാലും നിങ്ങൾ നേരിട്ട് കേട്ട പ്രസംഗമാണ്, അഥവാ എൻ്റെ സദസ്യർ എന്നർത്ഥം. മദീന മസ്ജിദ് നബവിയുടെ തൊട്ട് നിൽക്കുന്നതായ ഈ മസ്ജിദ് അബീദറിൽ ഇരിക്കുന്നതായ എൻ്റെ ശ്രോതാക്കൾ, അവരോടാണ് ഞാൻ അഭിസംബോധനം ചെയ്യുന്നത്. ലുഖ്മാനുൽ ഹക്കീം തുടരുന്നു മകനോട്. ക്ലാസ്സാണിത്, കുട്ടിക്ക് നൽകുന്ന ക്ലാസ് വീട്ടിൽ വെച്ചിട്ട്. യാ ബുനയ്യ, കുഞ്ഞോമന മകനെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ് ഇന്നല്ലാഹ ലതീഫുൻ ഖബീർ. വളരെ വൈറ്റുള്ള ചെറിയ കുഞ്ഞോമന പൈതലെ എന്ന് വിളിച്ചുകൊണ്ട് ചെറുപ്പപ്രായത്തിൽ തന്നെ ആ കുട്ടിയോട് ഉപദേശിക്കുന്ന ഉപദേശം വളരെ വൈറ്റുള്ള വാക്കുകളാണ്. നാം ഒക്കെ വൈറ്റുള്ള വാക്കുകൾ എങ്ങനെ കുട്ടികളോട് പറയും? അത് ഉൾക്കൊള്ളാനായിട്ടില്ലല്ലോ, പറയാനായിട്ടില്ലല്ലോ. 15 വയസ്സായിട്ട് ഇവരെ നോമ്പ് നോക്കാൻ വേണ്ടി കേൾപ്പിക്കാത്ത കുട്ടികളെ മദീനയിൽ ചില ഫാമിലികളെ ഞാൻ കണ്ടിട്ടുണ്ട്. 15 വയസ്സായ കുട്ടിക്ക് ചിലപ്പോൾ ചൂടുള്ള നാട്ടിലൊക്കെ ജീവിക്കുന്നവർ 13 വയസ്സിലും 12 വയസ്സിലും പ്രായം തികയും. 12 വയസ്സിലും 13 വയസ്സിലും പ്രായം തികയും. 15 വയസ്സിനെ കാത്തിരിക്കേണ്ടതില്ല, വയസ്സ് നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല. പക്ഷെ പ്രായം തികയുമ്പോൾ വാജിബായി നിർബന്ധമായി എന്ത് നിസ്കാരവും നോമ്പും അത് കൂട്ടാക്കാതെ താലോലിച്ച് കുട്ടികളെ ഓമനയോട് കൂടി വളർത്തുന്ന ശൈലി അത് തെറ്റാണ്. അവസാനം നിന്റെ ശത്രുവായി മാറും, നിന്റെ കോളർ പിടിക്കും പരലോകത്തിൽ. അരിനല്ലദീന അളല്ലാനാ മിനൽ ജിന്നി വൽ ഇൻസി നജഅൽഹുമാ തഹ്ത അഖ്ദാമിനാ. ജിന്ന് വർഗത്തിലും മനുഷ്യവർഗത്തിലും എന്നെ വഴി പിഴപ്പിക്കാൻ കാരണക്കാരായ, എന്നെ നരകത്തിൽ പോകാൻ കാരണക്കാരായ ആൾക്കാരെ കാണിച്ചു തരൂ റബ്ബേ. അവരെ ഞാൻ എൻ്റെ കാല് കൊണ്ട് ചതച്ച് ഒതുക്കി അടക്കി ഒന്ന് എൻ്റെ ദേഷ്യം തീർക്കട്ടെ, എൻ്റെ കോപം തീർക്കട്ടെ എന്ന് സ്വന്തം ആറ്റിപ്പോറ്റി തീറ്റി വളർത്തിയ മക്കൾ വരെ പറയുന്നതായ ഗതികേട് കാലഘട്ടം വരാൻ പോകുന്നുണ്ട്. അഥവാ നാം അവരെ ശ്രദ്ധിക്കേണ്ടതുപോലെ ശ്രദ്ധിച്ചിട്ടില്ലെങ്കിൽ അള്ളാഹു കാത്ത് രക്ഷിക്കട്ടെ. സുബ്ഹാനല്ലാഹ്. എന്താണ് നാം കേൾക്കുന്നത്? യാ ബുനയ്യേ, കുഞ്ഞോമന മകരെ, ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദൽ, ഒരു കടുവിൻ്റെ അത്ര എന്ത് കാര്യം ഇവിടെ ഫതകും ഫീ സഖറത്തിൻ, അതിനെ ഒരു വലിയ പാറക്കല്ലിൻ്റെ അകത്തിന് നിക്ഷേപിച്ചു എന്ന് വെക്കാം. ഔ ഫിസ് സമാവാതി, അല്ലെങ്കിൽ ആകാശത്തിൽ എവിടെയെങ്കിലും, ഔ ഫിൽ അർളി, അല്ലെങ്കിൽ ഭൂമിയിൽ എവിടെയെങ്കിലും അത് നിക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ യഅതി ബിഹല്ലാഹ്, അള്ളാഹിന്റെ ദൃഷ്ടിയിൽ പെടാതെ ആയി പോകുന്നതല്ല, അള്ളാഹുവിനത് കൊണ്ടുവരാൻ സാധിക്കാതിരിക്കുന്നതുമല്ല. നിങ്ങൾക്കറിയാമോ, പരലോകത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇവിടെ ജീവിപ്പിക്കുന്നത് ജിന്നുകളെയും മനുഷ്യന്മാരെയും മാത്രമല്ല. ഖുർആൻ പറയുന്നു ജന്തുക്കളെ മുഴുവനും ജീവിപ്പിക്കും. എന്നിട്ട് ജന്തുക്കളെ കൂട്ടത്തിൽ കൊമ്പുള്ളതായ ഒരു ജന്തു കൊമ്പില്ലാത്ത ജന്തുവിനെ ദ്രോഹിച്ചിട്ടുണ്ടെങ്കിൽ ദുനിയാവിൽ ആ കൊമ്പില്ലാത്ത ജന്തുവിന് കൊമ്പ് കൊടുക്കും. എന്നിട്ട് അതിന് പകരം വീട്ടാൻ അള്ളാഹു കൽപ്പിക്കും. അതിനുശേഷം ആ ജന്തുക്കളോട് മുഴുവനും കുനു തുറാബ, നിങ്ങൾ മുഴുവനും മണ്ണായി മാറുക എന്ന് കൽപ്പിക്കുമെന്നതാണ് നമ്മെ ഖുർആൻ പഠിപ്പിച്ച ശൈലി. ഇത് കേൾക്കണം, ഇത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെയുള്ള നിങ്ങൾ ആലോചിച്ച് നോക്കി, എത്ര ജന്തുക്കൾ നാം കാണുന്നു. ഈ ജന്തുക്കൾ മുഴുവനും അവിടെ വരുമെന്നതാണ്. അവിടെ വരും. അതിൽ നിന്നിട്ട് കൊല്ലാൻ അനുവദിക്കപ്പെട്ടതായ ജന്തുക്കളുണ്ട്. ആ ജന്തുക്കളെ കൊന്നാൽ നമുക്ക് തെറ്റില്ല. കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ ജന്തുക്കളുണ്ട്. അതിൽപ്പെട്ടതാണ് തവള. അപ്പോൾ കൊല്ലാൻ പാടില്ലാത്ത ജന്തുവിനെ കൊന്നാൽ പരലോകത്തിൽ എത്തിക്കഴിഞ്ഞാൽ ജന്തു വന്നിട്ട് പറയും, എന്നെ ഒരു മനുഷ്യൻ കൊന്നു, നീ കൊല്ലരുത് എന്ന്
എന്ന് കൽപ്പിച്ചിട്ടുണ്ട്, അത് കൂട്ടാക്കിയില്ല. അപ്പോൾ അതിന് മറുപടി പറയേണ്ടി വരും നാം. എപ്പോൾ അള്ളാഹ് കൊല്ലാൻ പാടില്ല എന്ന് പറഞ്ഞ് ജന്തുവിനെയുടെ കൊന്നിട്ടുണ്ടെങ്കിൽ ശ്രദ്ധിക്കണം. ഇതൊക്കെ എന്തെങ്കിലും ആവാം, അങ്ങനെയും ആവാം. കല്ലെറിഞ്ഞ് കൊല്ലുന്നവർ, കാറ് കൊണ്ടടിച്ച് കൊല്ലുന്നവർ, യുവാക്കളൊക്കെ അങ്ങനെയാണ്. സ്പീഡിൽ കാർ ഓടുന്ന സമയത്ത് പൂച്ചനെ കണ്ടാൽ ഒന്നിച്ച് വന്ന് ഒരു രസമാണ്. എന്ത്, കാറ് തട്ടിച്ചിട്ട് ആക്സിഡന്റിൽ കൂടി പൂച്ചയെ കൊല്ലുക എന്നത് രസമാണ്, ഹോബിയാണ്. ഇപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പം ചില യുവാക്കൾക്ക്. അല്ലാഹ് വിടൂല. ജന്തുക്കളെ കാര്യത്തിൽ പോലും അവിടെ ചോദിക്കപ്പെടും. യാ ബുനയ്യ ഇന്നഹ ഇൻ തകു മിസ്ഖാല ഹബ്ബത്തിൻ മിൻ ഖർദലിൻ ഫതകും ഫീ സഖറത്തിൻ ഔ ഫിസ് സമാവാതി ഔ ഫിൽ അർളി യഅതി ബിഹല്ലാഹ്. അല്ലാഹു അതിനെ ഹാജരാക്കും. അവിടെ നാം അത്ഭുതപ്പെട്ടു പോകും. നാം ഇവിടെ മുമ്പ് ക്ലാസ് എടുത്തപ്പോൾ പറഞ്ഞിട്ടുണ്ടല്ലോ പലപ്പോഴും, അള്ളാഹു അവിടെ നമ്മുടെ നന്മ തിന്മകൾ എഴുതപ്പെട്ടതായ അള്ളാഹുവിൻ്റെ ഗ്രന്ഥം അവിടെ ഹാജരാക്കപ്പെടും. ഇപ്പോൾ കമ്പ്യൂട്ടർ യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർക്ക്, ഇപ്പോൾ നാം കമ്പ്യൂട്ടർ യുഗത്തിലാണ്, ഇപ്പോൾ നെറ്റ് യുഗത്തിലാണ്. നെറ്റ് യുഗത്തിൽ ജീവിക്കുന്ന മനുഷ്യന്മാർ അടുത്ത് വരാൻ പോകുന്ന യുഗം എന്താണെന്ന് നമുക്ക് പറയാൻ അറിയില്ല. അടുത്ത് എന്ത് അത്ഭുതങ്ങൾ വരുമെന്ന് നമുക്ക് പറയാൻ പറ്റൂല. ഇപ്പോൾ തന്നെ നാം പ്രയാസപ്പെട്ട് നിൽക്കുകയാണ്. കാരണം നാം മുമ്പ് കഴിഞ്ഞു പോയ പലതും നമുക്ക് മടക്കിയെടുക്കാൻ പറ്റുന്നു. ഇപ്പോൾ പറഞ്ഞത് മടക്കിയെടുക്കാൻ പറ്റുന്നു. നാം പറയുന്നത് മുഴുവൻ റീക്കാർഡാക്കപ്പെടുന്നു. റീക്കാർഡാക്കപ്പെടാൻ പറ്റാത്ത ഒന്നും നമ്മുടെ ദൃഷ്ടിയില്ല എന്ന് തോന്നിപ്പോയിരിക്കുകയാണ്. അള്ളാഹ് പറഞ്ഞതുപോലെ ഖുർആനിലെ ഇടത്ത് എന്ത്, ഖിയാമത്ത് നാൾ അടുക്കുമ്പോൾ മനുഷ്യന്മാർ ഞങ്ങളുടെ കഴിവിൽപ്പെടാത്ത ഒന്നുമില്ല എന്ന് കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടം വരും. ഞങ്ങളുടെ മനുഷ്യ കഴിവിൽപ്പെടാത്ത ഒന്നുമില്ല എന്ന് കൊട്ടിഘോഷിക്കുന്ന കാലഘട്ടം വരുമെന്ന് പറയുന്നുണ്ട് ഖിയാമത്ത് വരുന്ന കാലഘട്ടത്തിൽ. അപ്പോൾ അങ്ങനെയുള്ള കാലഘട്ടമായിപ്പോയോ എന്ന് നമുക്കിപ്പോൾ തോന്നുകയാണ്. അതുകൊണ്ട് പരലോകം പറയുമ്പോൾ, പരലോകത്തിലുള്ളതായ തുലാസ് പറയുമ്പോൾ, അള്ളാഹുവിൻ്റെ തുലാസ് കണ്ടാൽ അറിയുള്ളൂ, ഇവിടുന്ന് പറഞ്ഞാൽ കൊലപ്പെടുകയില്ല. അവിടെയുള്ളതായ മീസാൻ പറയുമ്പോൾ, അവിടെയുള്ള തുലാസ് പറയുമ്പോൾ, അവിടെയുള്ളതായ ആ കിതാബ് പറയുമ്പോൾ നമുക്ക് അത്ഭുതമില്ല. നമുക്കൊക്കെ പെട്ടെന്ന് വിശ്വസിക്കാൻ സാധിക്കുന്നുണ്ട്. പണ്ട് തന്നെ വിശ്വസിച്ചവരാണ്, ഗൈബ് കൊണ്ട് വിശ്വസിക്കുന്നവരാണ് സത്യവിശ്വാസികൾ. അള്ളാഹു പറയുന്ന ശൈലി എന്താണ് ഖുർആനിൽ പലപ്പോഴും ഞാൻ കൽപ്പിച്ചതല്ലേ, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്. നിങ്ങൾ ഈ കാണുന്നത് നമ്മുടെ ഗ്രന്ഥമാണ്. യൻതിഖു അലൈക്കും ബിൽ ഹഖ്, അത് നിങ്ങളോട് പറയുന്നത് യാഥാർത്ഥ്യമാണ്. നിങ്ങൾ എവിടെ ചെന്നു, നിങ്ങൾ എന്ത് ചൊല്ലി, നിങ്ങൾ എന്ത് പറഞ്ഞു, നിങ്ങൾ എന്ത് സംസാരിച്ചു, ആരും അറിയാതെ ജനങ്ങൾ കാണുന്നല്ലോ എന്ന് തെറ്റിദ്ധരിച്ചിട്ട് നിങ്ങൾ ഇരുട്ട് റൂമിൽ വെച്ചിട്ട് അശ്ലീലങ്ങൾ കണ്ടു, അല്ലെങ്കിൽ തോന്നിവാസങ്ങൾ കണ്ടു, അല്ലെങ്കിൽ ആക്രമിച്ചു, അനീതി കാട്ടി, കട്ടു, തട്ടിപ്പ് നടത്തി, വെട്ടിപ്പ് നടത്തി, എന്തെല്ലാം ഇവിടെ ചെയ്തു, അതെല്ലാം അവിടെ നേരത്തെ പറഞ്ഞത് കടുവാണ്. കടുവല്ലല്ലോ അണു. അണു എന്ന് പറഞ്ഞാൽ കടുവ അല്ലല്ലോ. അതാ പറയാണ് അണുവിൻ്റെ അത്ര ഒരാൾ അമൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നന്മയാണെങ്കിൽ കാണും. തെറ്റാണ് ഒരാൾ അണുവിൻ്റെ അത്ര ചെയ്തിട്ടുണ്ടെങ്കിൽ അതും അവൻ കാണും. അതാണ് അള്ളാഹ് പറയുന്നത്, ഹാദാ കിതാബുന, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്. നോക്കുമ്പോൾ അത്ഭുതമാണ്. അത്ഭുതപ്പെട്ടുകൊണ്ട് അവൻ ഒരു പക്ഷെ ചോദിക്കുന്നുണ്ടായിരിക്കാം, ഇതൊക്കെ നിങ്ങൾക്ക് എവിടുന്ന് കിട്ടി റബ്ബേ എന്ന്. അവനാരും കാണാതെ ചെയ്തതൊക്കെ അവിടെയുണ്ട്, അവനാരും കാണാത്ത പറഞ്ഞതുമുണ്ട്, ആരും കാണാത്ത പ്രവർത്തിച്ച് എല്ലാ ക്രൂര കൃത്യങ്ങൾ അവിടെയുണ്ട്. അതെല്ലാം അവിടെ റസൂൽ പറയാണ്, ഒരാളെ ശരിക്കുള്ള വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അത് തന്നെ അദാബാണ്. അതിനേക്കാളും വലിയ അദാബ് വേറെയില്ല. അത് തന്നെ അദാബാണ്. കാരണം നാം ചെയ്തു കൂട്ടിയ ധിക്കാര മനസ്ഥിതികളും നൂലാമാലകളും അതിന് അതിർത്തിയുണ്ടോ? അതൊക്കെ അള്ളാഹ് വിചാരണ ചെയ്യാൻ തീരുമാനിച്ചാൽ അല്ലേ? അതാണ് അള്ളാഹ് പറയുന്നത്, ഹാദാ കിതാബുനാ യൻതിഖു അലൈക്കും ബിൽ ഹഖ്, ഇത് നമ്മുടെ ഗ്രന്ഥമാണ്, അത് നിങ്ങളോട് സത്യം മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ എവിടുന്ന് കിട്ടി എന്നതല്ലോ, അതിന് അള്ളാഹ് മറുപടി നൽകുകയാണ്, ഇന്നാ കുന്നാ നസ്തൻസിഖു മാ കുൻതും തഅമലൂൻ. നിങ്ങൾ ഭൂമിയിൽ ജീവിക്കുന്ന സന്ദർഭത്തിൽ പ്രവർത്തിച്ച പ്രവർത്തനങ്ങളെ മുഴുവനും നാം അങ്ങനെ തന്നെ കോപ്പിയടിക്കുകയായിരുന്നു, അങ്ങനെ തന്നെ നാം അതിനെ കോപ്പിയടിക്കുകയായിരുന്നു, അങ്ങനെ തന്നെ നസ്ഖ് ചെയ്യുകയായിരുന്നു. അതിനെ നാം ഇപ്പോൾ നിങ്ങളുടെ മുമ്പിൽ ഹാജരാക്കിയിരിക്കുകയാണ്. ഇത് യാഥാർത്ഥ്യമാണ്, ഇത് ഹക്കാണ്, ഇത് ഊഹാപോഹമല്ല. നിങ്ങൾ കാണുന്നത് സത്യമാണ്, നിങ്ങൾ ചെയ്തതാണ്. അപ്പോൾ ഓർമ്മയിൽ അള്ളാഹ് ഓർമ്മിപ്പിച്ചു തരും. ഇത് അള്ളാഹ് നമുക്ക് ഓർമ്മിപ്പിച്ചു തരും. നാം ചെയ്ത രംഗങ്ങളൊക്കെ, നാം കാട്ടിയ ക്രൂര കൃത്യങ്ങൾ എപ്പോൾ കാട്ടിയിട്ടുണ്ട്, അതൊക്കെ നമ്മുടെ ഉമ്മാനെ അടിച്ച രംഗം, ഉമ്മ കരഞ്ഞ രംഗം അവിടെ കാണും. കാണുമ്പോൾ നമ്മുടെ ഓർമ്മയിൽ വരും, ആ അടിച്ച രംഗവും വരും. ആ കാണൽ മാത്രമല്ല, നാം മറന്നിട്ടുണ്ടാവുകയില്ല, നമുക്കത് ഓർമ്മയിലിട്ട് തരും. മനസ്സിലായില്ലേ? അപ്പോൾ സംഗതി അപകടമാണ്. ഞാൻ ക്ലാസിൻ്റെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ അതിനുവേണ്ടി ഒരുങ്ങലല്ലാതെ തയ്യാറാവലല്ലാതെ നിർവാഹമില്ല. സുബ്ഹാനല്ലാഹ്, നമ്മുടെ ടൈം അവസാനിക്കാൻ പോവാണ്. ഇവിടെ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും അള്ളാഹ് കൊണ്ടുവരും. യാ ബുനയ്യാ ഖിമിസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുക. വളരെ പ്രയാസമുള്ള കാര്യമാണ് നമസ്കാരം. ആർക്കാണ്? അള്ളാഹുവിനെ ഭയപ്പെടാത്ത, പരലോകത്തിൽ വിശ്വസിക്കാത്തവർക്ക് പ്രയാസമുള്ള കാര്യമാണ്. ഇന്നഹാ ലകബീറത്തുൻ ഇല്ലാ
അലൽ ഖാശിഈൻ. ഞാൻ പറയല്ല, അല്ലാഹ് പറയാണ്. ഇന്നഹ നമസ്കാരം ലകബീറത്തുൻ, ഭാരിച്ച ചുമതലയാണ്. എന്തേ നിങ്ങൾ മനസ്സിലാക്കും, ഞങ്ങളൊക്കെ നിസ്കരിച്ചില്ലേ എന്ന്. പക്ഷെ ഭാരിച്ച ചുമതല നിർവഹിച്ച് നിസ്കരിച്ചു. അതാണ് ചോദ്യം. ഞാൻ പറയല്ല, മക്കാ ഇമാം പറയാണ്. ആ ഭാരിച്ച ചുമതല എന്താണ്? അവിടെ തൊട്ടിട്ട് അല്ലാഹ് ക്ഷമിക്കാൻ പറഞ്ഞു. എന്താ ക്ഷമ കൈകൊള്ളണം? നിസ്കരിക്കുമ്പോൾ ക്ഷമ എന്തിനാ കൈകൊള്ളേണ്ടത്? ആ നിസ്കരിക്കുന്ന എ മുതൽ സെഡ് വരെ അല്ലാഹു അക്ബർ എന്ന് പറഞ്ഞിട മുതൽ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നത് വരെ ഭൂമിയുമായുള്ള ബന്ധം ഒഴിവാക്കാൻ സാധിക്കണം. ക്ഷമ കൈകൊള്ളണം. അതിന് കുറച്ച് മെനക്കെടണം. നിങ്ങൾ ഒരു 2 റക്അത്ത് അങ്ങനെ നിസ്കരിക്കാൻ ഒന്ന് പരിശോധിക്കുക. 2 റക്അത്ത് മാത്രം നിസ്കരിക്കുക. അല്ലാഹു അക്ബർ ഇങ്ങനെയാ കാട്ടുന്നത്. ഇങ്ങനെയാ ലോകത്തെ ഒഴിവാക്കി, എന്നിട്ട് അള്ളാഹുലേക്ക് പരിപൂർണ സമർപ്പണ ബോധത്തോട് കൂടി കീഴ്വണങ്ങാൻ നിന്നു. ആ കീഴ്വണക്കം തുടങ്ങുന്നത് നൃത്തത്തിലൂടെയാണ്. അള്ളാഹിനെ വാഴ്ത്തുന്ന രംഗത്തിൽ നിന്നുകൊണ്ട് പുകഴ്ത്തുന്നു. എന്നിട്ട് പിന്നെ അള്ളാഹുവിനെ പുകഴ്ത്തി അവൻ്റെ ബഹുമാനം ഇങ്ങനെ ഹൃദയത്തിൽ കയറുമ്പോൾ അള്ളാഹുവിനൊന്ന് സുജൂദ് റുക്ഉ ചെയ്താലോ എന്ന് തോന്നുന്നു. അപ്പോൾ തല താഴ്ത്തുന്നു, റുക്ഉ ചെയ്യുന്നു. വീണ്ടും ഉയർന്നുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്നു. വീണ്ടും അള്ളാഹുവിന് പരിപൂർണ രൂപത്തിൽ അവൻ്റെ ശരീരത്തിൽ ഏറ്റവും അള്ളാഹ് ബഹുമാനിച്ച ആദരിച്ച ശ്രേഷ്ഠതയുള്ള ആ നെറ്റിത്തടത്തെ ഭൂമിയിൽ താഴ്ത്തി വെച്ചുകൊണ്ട് അള്ളാഹുവിനെ വാഴ്ത്തുന്നു. സമർപ്പണബോധത്തോടു കൂടി ഞാൻ നിന്റെ അടിമയാണ്, നിന്റെ മുമ്പിൽ അടിമത്വം സമർപ്പിക്കാൻ ഞാൻ അർഹനാണ് എന്ന് പറഞ്ഞുകൊണ്ട് സുബ്ഹാന റബ്ബിയൽ അഅല മീതെ നിൽക്കുമ്പോൾ സുബ്ഹാന റബ്ബിയൽ അളീം, മാന്യനായ റബ്ബ് പരിശുദ്ധനത്രേ, മാന്യനായ റബ്ബ് ഉയർന്നതായ റബ്ബ് പരിശുദ്ധനത്രേ എന്ന് താഴെ നിന്റെ നെറ്റിത്തടം താഴ്ത്തിയിട്ട് മീതെ അർശിന്റെ മീതെ നിൽക്കുന്ന റബ്ബിനെ അഅല എന്ന ആ പ്രത്യേകത പറഞ്ഞുകൊണ്ടാണ് നാം നമസ്കരിക്കുന്നത്. അപ്പോൾ അതൊക്കെ ഉൾക്കൊണ്ടുകൊണ്ടാണ് ഒരാൾ നമസ്കരിക്കുന്നതെങ്കിൽ അയാൾക്ക് ക്ഷമ കൈകൊള്ളേണ്ടി വരൂലേ? ക്ഷമ കൈകൊള്ളേണ്ടി വരും. ഭാര്യയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാര്യയുടെ എഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഭാര്യയുടെ വാട്സാപ്പിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് വന്നതായ എഴുത്തിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, അപ്പോഴൊക്കെ അതിനെ ദൂരം ചെയ്യാൻ, അതിനെ മാറ്റി നിർത്താൻ, എന്നിട്ട് ഓതുന്നതായ ആയത്തുകളിൽ, ഓതുന്നതായ സിക്റുകളിൽ, തസ്ബീഹുകളിൽ, തഹ്ലീലുകളിൽ മുഴുകാൻ പ്രയാസമുണ്ട്. അതുകൊണ്ടാണ് ക്ഷമ കൈകൊള്ളണം എന്ന് പറയാൻ കാരണം. അതാണ് അള്ളാഹ് പറഞ്ഞത്, ഇന്നഹാ ലകബീറ, നമസ്കാരം വളരെ ഭാരിച്ച ചുമതലയാണ്. ഇല്ല അലൽ ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്നവരെ സംബന്ധിച്ചിടത്തോളം പ്രശ്നമല്ല. അള്ളാഹിനെ ഭയപ്പെടാൻ തീരുമാനിച്ചാൽ ഭയപ്പെട്ടുകൊണ്ട് നിസ്കരിക്കാൻ അവൻ തയ്യാറാണ്, ക്ഷമ കൈകൊള്ളാൻ തയ്യാറാണ്, ഒതുവെടുക്കാൻ തയ്യാറാണ്. മരം കോച്ചുന്ന തണുപ്പാണ് മദീനത്ത് ഈ ദിവസങ്ങളിൽ. പണ്ട് വർഷങ്ങളായിട്ട് ഈ സൈസിലുള്ള തണുപ്പ് വന്നിട്ടില്ല. ഈ സൈസിലുള്ള തണുപ്പ് ഞാൻ ഇസ്ലാമിക് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥിയായ കാലഘട്ടമാകുന്ന 45, 46, 47, 48 കൊല്ലം മുമ്പൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, മദീനത്തെ പള്ളിയിലേക്ക് നിങ്ങൾ കരിമ്പടം ഉപയോഗിച്ചിട്ടാണ് പോകാറുള്ളത്. എല്ലാ രൂപത്തുള്ള വസ്ത്രം കിട്ടാത്തത് കൊണ്ട് കരിമ്പടം ധരിച്ചിട്ടാണ് നിസ്കരിക്കാൻ പള്ളിയിലേക്ക് പോകാറുള്ളത്. അങ്ങനെയുള്ള ദിവസങ്ങളിലേക്ക് വീണ്ടും പോയോ എന്ന് സംശയിക്കേണ്ടി വരുന്നു. അത്രം 6 ഡിഗ്രിയൊക്കെ തണുപ്പ് ആണ് നാം മനസ്സിലാക്കാൻ സാധിച്ചത് ഇവിടെ മദീനയിലൊക്കെ. അപ്പോൾ പറഞ്ഞു വരുന്നത്, ഇങ്ങനെയുള്ള മരം കോച്ചുന്ന തണുപ്പുള്ള സന്ദർഭത്തിൽ ചൂടുവെള്ളമില്ലെങ്കിൽ പ്രയാസമില്ല, നിർബന്ധമായ ബാധ്യത നിർവഹിച്ചാലേ തീരൂ, അള്ളാഹുവിനെ പ്രീതിപ്പെടുത്തിയാലേ തീരൂ എന്ന നിലക്ക് മുന്നോട്ട് കുതിക്കണമെങ്കിൽ എന്ത് വേണം? ഖാശിഈൻ, അള്ളാഹുവിനെ ഭയപ്പെടുന്ന വ്യക്തിയായി മാറണം. അള്ളാഹുവിൻ്റെ വിധിവിലക്കൽ ജീവിതത്തിൽ പകർത്താൻ തീരുമാനിച്ച വ്യക്തിയായിരിക്കണം. അപ്പോൾ അതുകൊണ്ടാണ് മകനോട് വാപ്പ പറയുന്നത്, അഖിമിസ്സലാ, നമസ്കാരം കൃത്യമായി നിലനിർത്തുക, വഅ്മുർ ബിൽ മഅറൂഫി വൻഹ അനിൽ മുൻകർ വസ്ബിർ അലാ മാ അസാബക് ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ. നന്മ ഉപദേശിക്കുക, തിന്മ വിരോധിക്കുക. ഈ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എന്ത് വേണം? ക്ഷമ കൈകൊള്ളേണ്ടി വരും. അതുകൊണ്ട് നിങ്ങൾക്ക് സംഭവിച്ച പ്രയാസത്തിൽ നിന്നിട്ട് വസ്ബിർ അലാ മാ അസാബക, നിങ്ങൾ ക്ഷമ കൈകൊള്ളുകയും ചെയ്യുക. ഇന്ന ദാലിക മിൻ അസ്മിൽ ഉമൂർ, കരുത്തുള്ളവർക്കുള്ള കഴിവുള്ള കരുത്തുള്ള കടുകട്ടിയുള്ള ഈമാനുള്ളവരുടെ ഡ്യൂട്ടിയാണത്. കടുകട്ടിയുള്ള ഈമാനുള്ളവരായ ഉലുൽ അസ്മ എന്ന പേരിൽ അറിയപ്പെടുന്ന നബിമാരുടെയൊക്കെ ഡ്യൂട്ടിയാണത്. അതുകൊണ്ട് നീ അത് ചെയ്യുന്ന കുട്ടിയായി മാറണമെന്ന് കുട്ടിയോട് ഉപദേശിച്ച ഉപദേശത്തിൽ പിന്നെ മനുഷ്യന്മാരോട് ഇടപാടുകളെ കുറച്ച് മദീന ഇമാം പറഞ്ഞതുപോലെ നാം മറ്റുള്ളവരെ ചൂട് നോക്കാൻ, അവരെക്കുറിച്ച് അന്വേഷിക്കാൻ, അവരെ തരം താഴ്ത്താൻ, അവരുടെ രഹസ്യം ചോർന്നെടുക്കാൻ, അവരുടെ രഹസ്യം കെട്ടെടുക്കാൻ പോവുകയാണെങ്കിൽ നമ്മുടെ കാതിലേക്ക് ഈയം ഒരുക്കി ഒഴിക്കുമെന്നാണ് റസൂലുള്ളാഹി പറഞ്ഞതായിട്ട് സഹിഹ ഹദീസിൽ, ഇന്ന് മദീന ഇമാം ഓതിയതായ ഹദീസിൽ. അങ്ങനെ ആ മനുഷ്യാവകാശങ്ങളിൽ വീഴ്ച വരുത്താത്ത രൂപത്തിൽ അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ജീവിക്കുന്ന ആ നല്ല അഖ്ലാഖ്, നല്ല സ്വഭാവം, നിസ്കരിച്ച നിസ്കാരവും ചെയ്തതായ
സൽക്കർമ്മങ്ങൾ നഷ്ടപ്പെട്ടു പോകാതിരിക്കാനുള്ളതായ മാധ്യമങ്ങളൊക്കെ കണ്ടെത്തി എന്നിട്ട് അള്ളാഹുലേക്ക് മടങ്ങാൻ വേണ്ടി തീരുമാനിക്കുന്ന ഖാശിഈങ്ങളായി, മുഖ്ബിതീങ്ങളായി, മുത്തഖീങ്ങളായി, മുസ്ലിമീങ്ങളായി ജീവിക്കാനുള്ളതായ ഒരുക്കവും തയ്യാറെടുപ്പും ഉണ്ടാവണമെന്നതായ പഠനാർഹമായ ഒരു ക്ലാസ് ആയിരുന്നു മഹാനായ ലുഖ്മാൻ അൽ ഹക്കീം മകന് നൽകിയത്. ആ ക്ലാസിന്റെ വിശദാംശമായിരുന്നു ഇന്ന് മക്ക ഇമാം ഡോക്ടർ ബന്ദർ ഇബ്ൻ അബ്ദുൽ അസീസ് ബലീല എന്ന പണ്ഡിതൻ സംസാരിച്ചപ്പോൾ വിശദീകരിച്ചത്. അതിനെ മലയാളികളാകുന്ന നിങ്ങൾക്ക് ആവശ്യമുള്ള ശൈലിയിൽ ഞാനും വിശദീകരിച്ചു. നാം ചെയ്യുന്നതായ സർവ്വ പ്രവർത്തനങ്ങളെ, അതിലുള്ള വീഴ്ചകളെ നികറ്റി നമ്മിൽ നിന്നിട്ട് അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. നാം ചെയ്തു പോയ സർവ്വ ദോഷങ്ങളെ, പാപങ്ങളെ അള്ളാഹു നമുക്ക് മാഫ് ചെയ്തു തരുമാറാകട്ടെ. നമുക്ക് പലർക്കും പല പ്രശ്നങ്ങളും അള്ളാഹിനോട് പറയാറുണ്ട്. അതിനു വേണ്ടി പലരും പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടിട്ടുമുണ്ട്. റബ്ബേ, ഞങ്ങളുടെ കൂട്ടത്തിൽ പല പല പ്രശ്നങ്ങളും പ്രയാസങ്ങളുമുള്ള കാര്യം പറയാതെ അറിയുന്ന റബ്ബേ, അവകളെയെല്ലാം നീ മല പോലെ വരുന്ന പ്രയാസങ്ങളെ മഞ്ഞുപോലെയാക്കി മാറ്റണേ രക്ഷിതാവേ, മാറ്റണേ രക്ഷിതാവേ. ജനങ്ങളുടെ ഇടയിൽ ദുനിയാവിലോ ആഖിറത്തിലോ ഞങ്ങളെ ആരെയും നീ വഷളപ്പെടുത്തരുത് രക്ഷിതാവേ, വഷളപ്പെടുത്തരുത് രക്ഷിതാവേ. ഞങ്ങൾക്കെതിരിൽ, മുസ്ലിം ലോകത്തിനെതിരിൽ, മുസ്ലിങ്ങളുടെ ദഅവത്തിനെതിരിൽ ക്രൂരകൃത്യങ്ങളും കുതന്ത്ര മന്ത്രതന്ത്രങ്ങളും ചെയ്യുന്നതായ വിഭാഗത്തിന്റെ ശർറിനെ തൊട്ട് മുസ്ലിം ലോകത്തിലാസകലം രക്ഷപ്പെടുത്തണേ നാഥ. പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥ, പ്രത്യേകിച്ച് ഇന്ത്യൻ മുസ്ലിങ്ങളെ രക്ഷപ്പെടുത്തണേ നാഥ. ഇന്ത്യൻ മുസ്ലിങ്ങളെ ഇസ്ലാമിലേക്ക് മടങ്ങലിലൂടെ രക്ഷപ്പെടുത്താനുള്ള ചുറ്റുപാട് അവർക്ക് നീ ഉണ്ടാക്കി കൊടുക്കണേ നാഥ, ഉണ്ടാക്കി കൊടുക്കണേ നാഥ. ഞങ്ങൾ നിന്നിട്ട് ഇണകളില്ലാത്തവർക്ക് സാലിഹ്യങ്ങളായ ഇണകളെ നൽകണ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് സന്താനമുള്ളവർക്കും ഇല്ലാത്തവർക്കും സാലിഹ്യങ്ങളായ സന്താനങ്ങളെ നൽകണ രക്ഷിതാവേ. ഞങ്ങൾ നിന്നിട്ട് മരണപ്പെട്ടു പോയവർക്ക് പുറത്തു കൊടുക്കണേ നാഥ. അവരുടെ ഖബറുകളിനെ സ്വർഗ്ഗത്തുപ്പാക്കി മാറ്റണേ രക്ഷിതാവേ. അവരോടൊപ്പം ഞങ്ങളിൽ സ്വർഗ്ഗത്തിൽ ഒരുമിച്ച് കൂട്ടണ രക്ഷിതാവേ. ഹോസ്പിറ്റലിൽ കിടക്കുന്ന മാരകമായ രോഗം പിടിപെട്ടുകൊണ്ടും അതുപോലെ തന്നെ ബോധശയിലും അതുപോലെ തന്നെ ക്യാൻസർ പിടിച്ചും കിടക്കുന്ന വിഭാഗത്തിൻ്റെ കുടുംബങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട് ഇവിടെ വെച്ച് അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. അള്ളാഹുവേ, അവരുടെ എല്ലാം രോഗങ്ങളെ നീ രോഗത്തിന് ശമനം നൽകണേ നാഥ. അവർക്ക് പരിപൂർണ്ണ ആരോഗ്യത്തോടു കൂടി ഹോസ്പിറ്റലിൽ നിന്നിട്ട് അവരിയ്ക്കുന്ന വെരുപ്പിൽ നിന്നിട്ട് കിടക്കുന്ന വെരുപ്പിൽ നിന്നിട്ട് പുറത്തു വരുവാനുള്ളതായ ചുറ്റുപാട് അന്തരീക്ഷം, ശാരീരിക സാമ്പത്തിക വിജ്ഞാന ഈമാനിക ശേഷി അവർക്ക് നീ നൽകണേ രക്ഷിതാവേ, നൽകണേ രക്ഷിതാവേ. ഇസ്ലാമിൽ അടിയുറച്ചൊന്നുകൊണ്ട് സേവിക്കാനുള്ളതായ ആത്മാർത്ഥത ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ. ആരോഗ്യം ഞങ്ങൾക്ക് നീ നൽകണേ രക്ഷിതാവേ. അല്ലാഹുമ്മ അഇസ്സൽ ഇസ്ലാമ വൽ മുസ്ലിമീന വഅദിൽ ശിർക വൽ മുശ്രിക്കീൻ വൻസുർനാ അലൽ ഖൗമിൽ കാഫിരീൻ. അല്ലാഹുമ്മ മൻ അറാദനാ വഅറാദൽ ഇസ്ലാമ വൽ മുസ്ലിമീൻ വഅറാദ ബിലാദൽ ഹറമൈൻ വഅറാദ ഖാദത വഹുക്കാമ ബിലാദൽ ഹറമൈൻ സൂഅൻ اللهم فاشغله في نفسي واجعل تدبيره تدميره يا حي يا قيوم يا قوي يا متين دمرهم يا قهار واهلكهم يا جبار. اللهم انصر من نصر الدين، اللهم خذل من خذل الدين، اللهم انصر من نصر الدين، اللهم خذل من خذل الدين. اللهم آت أنفسنا تقواها وزكها أنت خير من زكاها أنت وليها ومولاها يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم صل على محمد وعلى آل محمد وآخر دعوانا أن الحمد لله رب العالمين. السلام عليكم ورحمة الله وبركاته.